ഹായ്, ഷെഫീഖ് മട്ടന്നൂർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. നമ്മളുടെ കൂലി എന്ന് പറഞ്ഞ ലോകേഷ് കനകരാജ് രജനീകാന്ത് സിനിമ കൂലി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടയ്ക്ക് രജനീകാന്ത് സൗബിനിക്കാനെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കോമന്റ് ചെയ്തു. ആ ഒരു പ്രസ്തുത വീഡിയോയിൽ ആ ഓഡിയോ ലോഞ്ചിൽ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു. സൗബിനിക്കാനെ കണ്ടപ്പം ആള് അതായത് ഹൈറ്റ് കുറവാണ്. അതായത് ഈ ട്രോളും ഇതൊക്കെ വന്നത് രജനീകാന്തിന്റെ നെഗറ്റീവ് കമന്റ്സ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗബിനിക്കാക്ക് ഹൈറ്റ് ഇല്ല, അതുപോലെ തന്നെ കഷണ്ടി ആണെന്നൊക്കെ രജനീകാന്ത് പറഞ്ഞു എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞത് അങ്ങനെയല്ല. പുള്ളി ഒരു ഫസ്റ്റ് ഒരാളെ കാണുമ്പം, അതായത് സൗബിനിക്കാനെ കണ്ടപ്പോൾ അത്രയും വലിയൊരു സിനിമയിൽ അത്രയും വലിയൊരു വില്ലൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് പുള്ളിക്ക് പറ്റുമെന്നുള്ള ചെറിയൊരു ഡൗട്ടാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അത് പുള്ളി പറഞ്ഞ സ്ഥലവും രീതിയും മാറിയത് കൊണ്ടായിരിക്കാം ആൾക്കാരത് ഡൈജസ്റ്റ് ആയിട്ടുള്ള അത് കുറച്ചൊരു ബോഡി ഷെയിമായിട്ട് തോന്നി. പക്ഷെ ശരിയാണ്, ഒരാളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് അയാളുടെ കാലിബർ ഇളക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവരുടെ ഇന്നർ സ്ട്രെങ്തോ അവരുടെ ഒരു വില്ലിംഗ് ടു ഡു ദെയർ ജോബ് അല്ലെങ്കിൽ വില്ലിംഗ് ടു ഡു ദെയർ ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയത്തില്ല. അതൊരു എക്സ്പാൻഡ് ആയിട്ടുള്ള അവർക്കുള്ള കഴിവ് നമുക്കറിയത്തില്ല. സോ ഇവിടെ സംഭവിച്ചതാണ്. പക്ഷെ എനിക്ക് കോമഡി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജനീകാന്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് FBയിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കരമായിട്ട് മലയാളികൾ കമന്റും കാര്യങ്ങളും ട്രോളൊക്കെ ഇറക്കി. അറ്റ് ദ സെയിം ടൈം ഈവനിങ് നെസ്ലൻ ഒരു സ്റ്റില്ലിറക്കി, ഒരു മുടിയൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റില്ലിറക്കി. ഇതേ മലയാളികൾ അവിടെ കൊമന്റ് കണ്ടു, ബംഗാളിനെ പോലുണ്ട്, ബംഗാളിൽ നിന്ന് പണിക്ക് വന്ന കേരളത്തിലേക്ക് വന്ന ആള് പാൻപരാഗ് ചവച്ചിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെ പോലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് മൈൻഡ് എന്താണ് എനിക്ക് നെസ്ലന്റെ കാര്യത്തിൽ തോന്നിയെന്ന് പറഞ്ഞാൽ, പുള്ളി അത്രയും ഒരു ഇത്ര ചെറുപ്പത്തിലെ ആ ഒരു സ്റ്റാർഡം ഉള്ളത് കൊണ്ട് പുള്ളിനോടുള്ള ഒരു അസൂയാണെന്നാണ് എനിക്ക് തോന്നിയത്. സോ ഒരു രണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്ന ഒരു രീതി പാടില്ല. മലയാളികളാണെങ്കിലും ആരാണെങ്കിലും കളിയാക്കാൻ പാടില്ല എന്നല്ല, പക്ഷെ കളിയാക്കാൻ പാടില്ല. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത്? അവരവരുടെ ജോലി ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ കാണാതിരിക്കാം, സിനിമ കാണാതിരിക്കാം. നമുക്കൊരു എന്റർടൈൻമെന്റ് അവർ തരുന്നു, നമ്മൾ അതിനുള്ള പൈസ ഒരു 130, 150 ആയിട്ട് നമ്മൾ മുകളിലോട്ട് പോയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്നു. സോ രണ്ട് സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ രാവിലെ രജനീകാന്തിനെ തെറിവിളിച്ചവർ വൈകിട്ട് നെസ്ലന്റെ ലുക്കിനെതിരെ പറയുമ്പോൾ ഇതാണ് ധാർമ്മികതയാണുള്ളത്, അതിലെന്താണ് ഒരു ലോജിക്കുള്ളതെന്ന് എനിക്കറിയാത്തത്. സോ ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് ഡെയിലി കാണാൻ പറ്റും. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു മുമ്പ്. സോ ആ ഫീൽഡ് വിട്ട് അക്കൗണ്ടിങ്ങിലേക്ക് മാറിയ സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ടൈമും പിന്നെ എനിക്കൊരു ക്യാമറ, ഇപ്പം തന്നെ ഞാൻ സെൽഫി ഒരു കൈ വെച്ച് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് കണ്ടന്റ് കുറെ ഇടണമെന്നുണ്ട്. സോ നിങ്ങളുടെ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് നിങ്ങൾ ഇതിന് കമന്റ് ഇടണം കേട്ടോ. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു.